മോഹൻലാൽ നായകനായി എത്തുന്ന തുടരും എന്ന ചിത്രം ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ഈ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ അടുത്ത വർഷം ജനുവരി 30-നാണ് ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുമ്പിലെത്തുക. ഇപ്പോഴത്തെ ഈ ചിത്രം തരുൺ മൂർത്തിക്കൊപ്പം ചേർന്ന് എഴുതിയ തിരക്കഥാകൃത്തും ഫോട്ടോഗ്രാഫറുമായ KR സുനിൽ ചിത്രത്തെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഒരു പ്രമുഖ മാധ്യമ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. 90കളിൽ വന്നിട്ടുള്ള കമൽ, സത്യനന്ദിക്കാട് സിനിമകളിൽ കണ്ടിരുന്നത് പോലെ ഒരു സാധാരണക്കാരനായ മോഹൻലാലാണ് ഈ ചിത്രത്തിലും ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിരിയും പ്രസരിപ്പുമുള്ള ആ വിൻറ്റേജ് മോഹൻലാൽ ആയിരിക്കും തുടരും എന്ന ചിത്രത്തിൻ്റെ ശക്തി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഒരു സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ടാക്സി ഓടിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം. ഷൺമുഖം എന്നാണ് സിനിമയിൽ മോഹൻലാലിൻ്റെ പേര് എന്നും തിരക്കഥ പൂർത്തിയായപ്പോൾ മോഹൻലാൽ മാത്രമായിരുന്നു മനസ്സിലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. നമുക്കെല്ലാം പരിചയമുള്ള, നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് ഈ ചിത്രത്തിലും ഇതിലെ മോഹൻലാൽ കഥാപാത്രത്തിനും ഉള്ളതെന്ന് സുനിൽ പറയുന്നു. ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലെ സംഭവങ്ങളാണ് കഥയിലുടനീളം ഉള്ളതെന്നും അയാൾ അഭിമുഖീകരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അന്തർസംഘർഷങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നതെന്നും സുനിൽ കൂട്ടിച്ചേർത്തു. കിരീടം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, ബാലഗോപാലൻ MA, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഉള്ളടക്കം പോലെ മോഹൻലാൽ എന്ന നടൻ ഒരു സാധാരണക്കാരനായി വന്ന ഏതൊരു ക്ലാസിക് സിനിമകളുടെയും പോലെ പുതിയ കാല സ്വഭാവമായി എത്തുന്ന ചിത്രമാണ് തുടരും എന്ന ചിത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് സാധാരണക്കാരനെയും ഇഷ്ടപ്പെടുന്ന, പരിചയം തോന്നുന്ന കഥയും കഥാപാത്രവുമായി പ്രേക്ഷകരുടെ മുന്നിലെത്താനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോഹൻലാലിൻ്റെ കരിയറിലെ 360ാമത്തെ ചിത്രമാണിത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ M രഞ്ജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്.